സൂപ്പറല്ലേ? ഹലോ ഹായ്. ഇന്ന് നമ്മുടെ വീഡിയോ ഷോർട്ട് വീഡിയോ അല്ല, കുറച്ച് ലെങ്തുള്ള വീഡിയോ ആയിരിക്കും. അപ്പോൾ ഈ വീഡിയോയിൽ ഒരു 4-5 വർഷം കൊണ്ട് യൂസ് ചെയ്യുന്നൊരു ഇൻഡിക്കേറ്ററാണ്. ഞാൻ സക്സസ് ആവുന്നതിന് മുന്നേയും ആയ ശേഷവും ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ഇൻഡിക്കേറ്ററാണ്. ചാർട്ടിൽ ഇൻഡിക്കേറ്റർ നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോൾ ഇതുപോലെ ലൈൻസ് ആയിരിക്കും വരിക. 2 ലൈൻസാണ് ഒരു ഡേയിൽ വരിക. ഞാൻ നിങ്ങളെ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഈ ലൈൻസിനെ മാർക്കറ്റ് എങ്ങനെ റെസ്പെക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. എൻട്രി എടുക്കുന്ന സ്ട്രാറ്റജിയോ കാര്യങ്ങളോ ഒന്നുമല്ല പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, പർട്ടിക്കുലർ ഡേ ആണ്, ഡേറ്റ് താഴെ കാണും. അതിൻ്റെ മാർക്കറ്റ് ആദ്യമേ ടെസ്റ്റ് ചെയ്തത് മുകളിലുള്ള ലൈൻ, അതായത് എന്താണ്, റെസിസ്റ്റൻസിലാണ്. അവിടെ നിന്ന് മാർക്കറ്റ് താഴത്തേക്ക് നമുക്കൊരു റിയാക്ഷൻ കിട്ടിയിട്ടുണ്ട്. അതായത് അതൊരു സപ്ലൈ ആയിട്ട് ആക്ട് ചെയ്തു, നമുക്ക് വേണ്ട പ്രോഫിറ്റ് ഇവിടെ കിട്ടി. ഓക്കെ, ഇനി നമുക്ക് തൊട്ടടുത്ത ദിവസം വീണ്ടും നിങ്ങൾ നോക്കേ, ആ ദിവസവും മാർക്കറ്റ് ഹൈ ആണ്, അതായത് മുകളിലുള്ള ലൈനാണ് സ്വീപ്പ് ചെയ്തത്, സപ്ലൈ ആണ് അവിടുത്തെ താഴത്തേക്ക്. തൊട്ടടുത്ത ദിവസം സ്വീപ്പായത് ഡേ ലോ ആണ്, അതായത് താഴത്തെ ലൈനാണ് മുകളിലോട്ട് പോയി. ഇവിടെ നിങ്ങൾ നോക്കേ, അവിടെയും ലോ ആണ്, ആദ്യം ടാപ്പായത് മുകളിലോട്ട് പോയി, ശേഷം ഹൈ ടാപ്പായി താഴത്തേക്ക് പോയി. ഇതെല്ലാം കണ്ടിന്യൂസ് മാർക്കറ്റാണ്. ഇതാ വീണ്ടും ഹൈ ടാപ്പായി താഴത്തേക്ക് പോയി. ഈ ഒരു ദിവസം മാത്രമാണ് നമുക്ക് എസ് എൽ അടിച്ചത്. ഇപ്പോൾ തുടർച്ചയായിട്ട് എത്ര ഡേ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നോക്കി ആലോചിക്കുക. വീണ്ടും താണ്ടെ ഹൈ സ്വീപ്പായി താഴത്തേക്ക്. ഇതിപ്പോൾ നിങ്ങളെ കാണുന്നത് ഈ കഴിഞ്ഞ ആഴ്ചത്തെയൊക്കെ ചാർട്ടാണ്. ഈ 2 ഡേ നമുക്ക് എന്ത് കിട്ടിയിട്ടില്ല, ട്രേഡ് ആക്റ്റീവ് ആയിട്ടില്ല. ഇപ്പോൾ ഞാൻ നോ ട്രേഡ് എഴുതി ഡേ ലോ സ്വീപ്പായത് ഏകദേശം വൈകുന്നേരമാണ്, ട്രേഡ് കിട്ടിയില്ല. ഈ ദിവസം കണ്ട അവസാനം 3 മണിയായപ്പോൾ അത് ടാപ്പായി, എന്നിട്ട് മുകളിലോട്ട് പോയി, പക്ഷെ നമുക്ക് എൻട്രി കിട്ടിയില്ല. ഇന്നലെ നമുക്ക് കണ്ടു ഈ ഒരു ട്രേഡ് എസ്റ്റഡ് ആയിരുന്നു, അതായത് ഫസ്റ്റ് ട്രേഡ് എസ്റ്റഡ് ആയിരുന്നു, സെക്കൻഡ് ട്രേഡ് പ്രോഫിറ്റ്. നമ്മൾ ഒരു ദിവസം മാക്സിമം 2 ട്രേഡ് എടുക്കും. ഫസ്റ്റ് ട്രേഡ് ലോസ് ആണെങ്കിൽ സെക്കൻഡ് ട്രേഡ് എടുക്കും, ഫസ്റ്റ് ട്രേഡ് പ്രോഫിറ്റ് ആണെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്യും. സോ ഇത് ഇന്നത്തെ ഡേ ആണ്. ഇന്ന് ഇത് വെച്ചുള്ള എൻട്രി ഞാൻ കാണിച്ചു തരാം. എന്താ സംഭവിച്ചേക്കുന്നത്, സപ്ലൈയിൽ ടാപ്പായി നിൽക്കുകയാണ്. ഇന്ന് മാർക്കറ്റ് താഴത്തേക്ക് പോകുമോ നമുക്ക് നോക്കാം. ഇതിൻ്റെ ടാർഗറ്റ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക, ഞാൻ വെച്ചേക്കുന്നത് എവിടെയാണെന്ന്. ഇന്നത്തെ ഡേയിൽ മാർക്കറ്റ് ഓപ്പണായ സ്ഥലത്താണ് എൻ്റെ ടാർഗറ്റ്. അത് എൻ്റെ കണ്ണിലൊരു സപ്പോർട്ടായിട്ടിരിക്കാൻ ചാൻസ് ഉണ്ട്. സോ ഞാൻ എന്താ ട്രേഡ് എടുത്തിട്ടുണ്ട്. എനിക്ക് 20 പോയിൻറ്റ് ഓൾറെഡി പ്രീമിയത്തിൽ കിട്ടിക്കഴിഞ്ഞു. അതിന് നിങ്ങൾ ആ പിങ്ക് കളറാണ് ഞാൻ എൻട്രി എടുത്ത പോയിൻറ്റ്. 106 എനിക്ക് എൻട്രി കിട്ടുന്നത്. 126 എൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് കഴിഞ്ഞു. ബട്ട് എൻ്റെ ടാർഗറ്റ് എവിടെയാണ്, ഡേ ലോ. ഡേ ലോ മീൻസ് ഇന്നത്തെ ഓപ്പണിംഗ് പ്രൈസ്. ഡേ ലോ എന്ന് പറയുന്നത് നമുക്ക് വിക്ക് കൂടെ കൂട്ടേണ്ടി വരും. ഞാൻ വിക്ക് എടുക്കുന്നില്ല. ഇന്നത്തെ ഓപ്പണിംഗ് പ്രൈസ് താണ്ടേ എൻ്റെ പേഴ്സണലുള്ള ഒരു ട്രേഡ് കഴിഞ്ഞു. ഇനി എനിക്ക് ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി കൂടി ഉണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ പേഴ്സണലി 2 ട്രേഡാണ് എടുക്കുക, ഒരു ട്രേഡ് കഴിഞ്ഞു. സോ സെക്കൻഡ് ട്രേഡ് ഞാൻ നമ്മുടെ സ്റ്റുഡൻസിനെ പഠിപ്പിച്ചിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ്. അത് വെച്ചുള്ള ട്രേഡ് വന്നപ്പോൾ തന്നെ ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തു. ആ ട്രേഡ് പ്രോഫിറ്റുമായി. ഇതാണ് രണ്ടാമത്തെ ട്രേഡ്. നിങ്ങൾ ഈ 2 ട്രേഡും നോക്കേ. നമ്മൾ പറഞ്ഞ പോലെ ആ ഇൻഡിക്കേറ്ററിൻ്റെ സപ്ലൈയിൽ ടാപ്പായി താഴത്തേക്ക് വന്നു. ഞാൻ രാവിലെ പറഞ്ഞ പോലെ ഇന്നത്തെ ഓപ്പണിങ് താഴെ മാർക്കറ്റ് പോയിട്ടില്ല. നമുക്ക് അതിന് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. നമുക്ക് വേണ്ടത് ടാർഗറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു.